അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. 60 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഒറ്റഘട്ടമായാണ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പെമ ഖണ്ഡു മുക്തോയിൽ നിന്ന് ജനവിധി തേടും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, പട്ടികയിലുള്ള വിവരങ്ങൾ വ്യക്തമായി എങ്ങനെയാണ്? മഞ്ജുഷ, ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലൊന്നാണ് വടക്ക് കിഴക്കൻ മേഖലയിലുള്ള അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ 60 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റഘട്ടമായി ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. കഴിഞ്ഞ 11-ാം തീയതി വൈകുന്നേരം ചേർന്ന ബി.ജെ.പി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം അരുണാചൽ പ്രദേശിലെ 60 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപരേഖ നൽകിയിരുന്നു. ഇതാണിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പുറത്തുവിട്ടിരിക്കുന്നത്. 60 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഒറ്റഘട്ടമായി ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പെമ ഖണ്ഡു മുക്തോ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. 2016-ലാണ് അരുണാചൽ പ്രദേശിൽ ആദ്യമായി ബി.ജെ.പിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഭരണ തുടർച്ച നേടിയിരുന്നു. അതിനാൽ തുടർച്ചയായ 3ാം ടേമിലേക്ക് വിജയം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അരുണാചലിൽ ബി.ജെ.പി. മത്സരത്തിന് ഇറങ്ങുന്നത്. മഞ്ജുഷ, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.